വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് 60ാമത്തെ ദിവസമാണ്. ധാരാളം ഒരു ദിവസം 3ഉം 5ഉം ടോപ്പിക്സ് ഹോട്ട് ടോപ്പിക്സ് വെച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് 5 ടോപ്പിക്സോടുകൂടി നമ്മൾ 60 ഡേയ്സിന്റെ ഹോട്ട് ടോപ്പിക്സ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ SCRT കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്ക് LGSന് വേണ്ടിയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പോ ഇത്രയും ദിവസം ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ നിങ്ങള്. ഇനി ടീച്ചർ മാക്സിമം എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ടീച്ചറുടെ ഒരു ധാരണ. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇനിയിപ്പോ ഏതെങ്കിലും ടോപ്പിക്സ് ടീച്ചർ കവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്സും കൂടെ നിങ്ങൾക്ക് വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് സമയം കിട്ടുന്ന ദിവസങ്ങളിൽ SCRT പാഠഭാഗങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്സും കൂടെ ടീച്ചറെ കവർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ 5 ടോപ്പിക്സാ പഠിക്കണേന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് എന്താ പറയാ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വേദനാ സംഹാരികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു, അല്ലെങ്കിൽ ശരീരത്തിന്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു. എന്നിട്ട് ഓപ്ഷൻസ് തരാറുണ്ട്. ആന്റിസെപ്റ്റിക് ആണോ, ആന്റി പൈററ്റിക്സ് ആണോ, അനാൾജസിക്സ് ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് തരാറുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ കുറച്ച് എക്സാമ്പിളുകളും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോ നമ്മുടെ ശരീരത്തിലെ പനിയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര താപനില ഭയങ്കരമായിട്ട് കൂടും അല്ലെ. അങ്ങനെ ശരീരത്തിന് ഉണ്ടാകുന്ന താപനില, ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുന്ന, താപനില താഴ്ത്തുന്ന ഔഷധങ്ങളെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആന്റി പൈററ്റിക്സുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആന്റി പൈററ്റിക്സ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്, ശരീരത്തിന്റെ താപനില കുറയ്ക്കാനുള്ള ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ആന്റി പൈററ്റിക്സ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പാരാസെറ്റാമോൾ അല്ലെ. എന്താണ് പാരാസെറ്റാമോൾ ടാബ്ലറ്റ്സ് ആണ് കൂടുതലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ആന്റി പൈററ്റിക്സ് ആണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് പാരാസെറ്റമോൾ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ശരീരത്തിന്റെ ഉപരിതലത്തില്, അതായത് നമ്മുടെ തൊലി പുറമെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ ശരീര ഉപരിതലത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ നമ്മൾ എന്തുപയോഗിക്കുന്നു, അപ്പൊ ശരീരത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ പറയാറില്ലേ, ആന്റിസെപ്റ്റിക്. എന്താ പറയാ, ആന്റിസെപ്റ്റിക് എന്ന് പറയും. ആന്റിസെപ്റ്റിക് ആണ്. അതിനുപയോഗിക്കുന്ന ഔഷധങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു, ആന്റിസെപ്റ്റിക്കുകൾ എന്ന് വിളിക്കുന്നു. ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ, ഉള്ളിലല്ല ശരീരത്തിന്റെ പുറത്ത്. അതിനും ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏതാണ്, നമ്മൾ ഡെറ്റോൾ ഉപയോഗിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട്, ആന്റിസെപ്റ്റിക് ആയിട്ട് അല്ലെ. അതുപോലെ തന്നെ ടിങ്ചർ, അതുപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടിങ്ചർ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അതൊന്ന് ഓർത്തു വെക്കാം. അതുപോലെ ടിങ്ചർ മാത്രല്ല, ടിങ്ചർ അയോഡിൻ എന്നാണ് പൂർണ്ണരൂപം. ടിങ്ചർ അയോഡിൻ എന്താ ഉപയോഗിക്കാറ്, ടിങ്ചർ അയോഡിൻ ഉപയോഗിക്കാറുണ്ട്, ഡെറ്റോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു സംഭവം കൂടി ഉപയോഗിക്കാറുണ്ട്, ഭിത്തിയോണൽ. ഇതൊക്കെ 1-2 എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ, കുറേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഭിത്തിയോണൽ ഇതൊക്കെ തന്നെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് ഭയങ്കര അവിടെ വേദന ഇവിടെ വേദന, നമുക്ക് പനി വരുമ്പോൾ വേദന, അങ്ങനെ പല തരത്തിലുള്ള പല്ല് വേദന, തലവേദന എന്നൊക്കെ പറയും. അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേദനാ സംഹാരികളെ നമ്മൾ വിളിക്കുന്നത് അനാൾജസിക്സ് എന്നാണ്. അനാൾജസിക്സ്. അപ്പൊ അനാൾജസിക്സ് എന്താണെന്നാ പറയണേ, വേദനാ സംഹാരികളാണ് അനാൾജസിക്സ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ആസ്പിരിൻ. എന്താണ് ആസ്പിരിൻ, അതിന് ഉദാഹരണമാണ്. മോർഫിനൊക്കെ അതിന് ഉദാഹരണമാണ്. എന്തിന്, വേദനാ സംഹാരികൾക്ക് ഉദാഹരണമാണ് ആസ്പിരിനും. അതുപോലെ തന്നെ ഏതൊക്കെ എന്നാ പറയണത്, നമ്മുടെ
ആ മോർഫിനും ഒക്കെ അതിന് എന്താ പറയുന്നത് എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് എന്താ പറയുന്നത്, നാഡികളെ, നമ്മുടെ ശരീരത്തിലുള്ള നാഡികളെ ശാന്തമാക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ ട്രാൻക്യുലൈസർ എന്ന് വിളിക്കുന്നു. ട്രാൻക്യുലൈസർ ട്രാൻക്യുലൈസർ ശരീരത്തിലെ നാഡികളെ എന്താ പറയാ ഒന്ന് ശാന്തമാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ നാഡികളെ ട്രാൻക്യുലൈസർ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കുന്ന ഭാഷയിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആന്റി ഡിപ്രഷൻ ഔഷധങ്ങൾ. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ആന്റി ഡിപ്രഷൻ ഔഷധങ്ങളാണിവ. ആന്റി ഡിപ്രഷൻ ഔഷധങ്ങളാണ്. ഇപ്പൊ ക്ലിയർ ആയിണ്ടാവും അല്ലെ? നാഡികളെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞപ്പോ മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറെ പേർക്കൊക്കെ. അതിനുപയോഗിക്കുന്നത് ഇക്വിനിൽ. ഏതാണ് ഉദാഹരണം? ഇക്വിനിൽ അതിന് ഉദാഹരണമാണ്. എന്താണ്? ഇക്വിനിൽ ഉപയോഗിക്കും. സൈക്കോനാൾ ഉപയോഗിക്കും. എന്താണ്? സൈക്കോനാള്. ഇക്വിനില്, സൈക്കോനാള്, അതൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി നിർജീവമായ വസ്തുക്കളുടെ പ്രതലങ്ങളിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് ശരീരത്തില് എന്താ പറയാ, നമ്മുടെ ശരീരത്തിലല്ല ഉപയോഗിക്കുന്നത്, നിർജീവ വസ്തുക്കളുടെ പ്രതലങ്ങളിൽ ഉണ്ടാകുന്ന സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ കേട്ടുണ്ടാവും ഡിസിൻഫെക്റ്റന്റുകൾ എന്നാണ് വിളിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, നമ്മള് ഈ സ്ഥിരം പരസ്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, അതിന് ഉദാഹരണമാണ് ഫിനോള്. എന്താണ് ഫിനോൾ? അതിനൊരു ഉദാഹരണമാണ്. ഡിസിൻഫെക്റ്റന്റിന് ഉദാഹരണമാണ് ഫിനോള്. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതായത് ശരീരത്തിനകത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരത്തിന്റെ പുറത്ത്, ഇത് ശരീരത്തിന്റെ അകത്ത് രോഗകാരികളായ സൂക്ഷ്മാണുക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവയുടെ വളർച്ച തടയാനോ നമ്മൾ ഉപയോഗിക്കുന്നവയെ ഔഷധങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആന്റിബയോട്ടിക് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ആന്റിബയോട്ടിക് എന്ന് വിളിക്കുന്നു. ഉദാഹരണമാണ്, ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് പെൻസിലിൻ. ആന്റിബയോട്ടിക്കിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് പെൻസിലിൻ. അടുത്തത് പെൻസിലിൻ, എറിത്രോമൈസിൻ, ഇതൊക്കെ അതിന് ആന്റിബയോട്ടിക്കിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ ഇനി ഒരെണ്ണം കൂടി നമുക്ക് പറയാം. അതെന്താച്ചാ, അത് നിങ്ങൾക്ക് അറിയണതാണ്. അസിഡിറ്റി കുറയ്ക്കാൻ, നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നവയെ നമ്മൾ ആന്റാസിഡുകൾ എന്ന് വിളിക്കുന്നു. ആന്റാസിഡുകൾ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റാനിറ്റിഡിൻ എന്നത്. റാനിറ്റിഡിൻ ആന്റാസിഡിന് ഉദാഹരണമാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ പഠിച്ചത്? അതായത് ഡ്രഗ്സിനെ കുറിച്ചാണ് പഠിച്ചത്. പലതരം ഡ്രഗ്സുകളെ കുറിച്ച് നമ്മളോട് ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ഡ്രഗ്സുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമുക്ക് കുറച്ചു പരിചയമുള്ളതും എന്നാൽ ചിലർക്കൊക്കെ സംശയമുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഒന്നാം കേരള നിയമസഭ, മന്ത്രിസഭ. ഒന്നാം കേരള മന്ത്രിസഭയില് ആരൊക്കെ മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു? അറിയുന്നവരാണെങ്കിലും ഒന്ന് കേട്ടു നോക്കാം. മുഖ്യമന്ത്രിയായിട്ട് EMS നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയായിട്ട് ആരുണ്ടായിരുന്നു? C അച്യുതമേനോൻ ഉണ്ടായിരുന്നു. C അച്യുതമേനോൻ ധനകാര്യമന്ത്രിയായിരുന്നു. എപ്പോഴും ചോദിക്കാറുള്ളതാണ്, വ്യവസായം ആരാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നതെന്ന്. വ്യവസായം KP ഗോപാലനാണ് കൈകാര്യം ചെയ്തിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഒന്നാം മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ആരായിരുന്നു എന്ന് പഠിക്കുക. ഡോക്ടർ AR മേനോനാണ്. ഡോക്ടർ AR മേനോനാണ് ആരോഗ്യമന്ത്രി എന്ന് ഓർത്തു വയ്ക്കുക. ഇനി നിയമമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും ആഭ്യന്തര കാര്യങ്ങളാണെങ്കിലും ഒക്കെ നോക്കിയിരുന്നത് VR കൃഷ്ണയ്യരാണ്. ഇദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. നിയമം, വൈദ്യുതി, ആഭ്യന്തരം. ഇനി ഇവിടെ ഒരേ ഒരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നു.
ഉണ്ടായുള്ളൂ. അവര് റവന്യൂ മന്ത്രിയായിരുന്നു. അവരുടെ പേര് KR ഗൗരിയമ്മ എന്നാണ്. KR ഗൗരിയമ്മയാണ് റവന്യൂ മന്ത്രി. എപ്പോഴും PSCക്ക് ഇഷ്ടമുള്ള വേറൊരു ചോദ്യമാണ് തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തിരുന്നത് ആര് എന്നുള്ളത്. അതാരാണ്? PK ചാത്തൻ മാസ്റ്റർ ആണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാന്ന് പഠിച്ചോളോ? PK ചാത്തൻ മാസ്റ്റർ ആണെന്ന് പഠിച്ചോളൂ. ഇനി പബ്ലിക് വർക്കുകൾ കൈകാര്യം ചെയ്തിരുന്നത്, പൊതുമരാമത്ത് പബ്ലിക് വർക്ക് ആരാണ്? TA മജീദിന്റെ കീഴിലായിരുന്നു പബ്ലിക് വർക്ക് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് വിദ്യാഭ്യാസം, അല്ലെ? എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസം മാത്രമല്ല, സഹകരണവും ഇദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ഓർക്കാം. തൊഴിൽ മന്ത്രി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മന്ത്രി ഒക്കെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് TV തോമസ് ആണ്. ആരാണ്? TV തോമസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒന്നാം മന്ത്രിസഭ. അപ്പൊ അറിയുന്നതാണെങ്കിൽ കൂടി നിങ്ങൾ ഒന്ന് ഓർക്കട്ടെ, അല്ലെ എന്ന് വിചാരിച്ചിട്ട് ടീച്ചർ പറഞ്ഞതാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ചരിത്രം തിരുത്തി കുറിച്ച കുറച്ച് വനിതകളെയാണ്. ഈ വനിതകളെ കുറിച്ച് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ 1887 വിപ്ലവത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? അറിയാലോ മക്കളെ, ആരാണ് അവരുടെ പേര്? പ്രീതി ലത വഡൂദ്കർ. ആരാണ്? പ്രീതി ലത വഡൂദ്കർ കേട്ടോ. വഡൂദ്കർ ആണ് അവര്. പ്രീതി ലത വഡൂദ്കർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. മാഡം ബിക്കാജി കാമ. മാഡം ബിക്കാജി കാമ ഇവരാണ് ഉയർത്തിയിരുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച് ത്രിവർണ പതാക കൈമാറിയ വ്യക്തി ആരാണ്? അവരുടെ പേരാണ് ഹൻസ മേത്ത. ഒന്നും കൂടിയും ടീച്ചർ ചോദ്യം പറയാം, ക്ലിയർ ആവണില്ലേ എന്ന് ശ്രദ്ധിക്കാട്ടോ മക്കളെ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച് ത്രിവർണ പതാക കൈമാറിയത് ഹൻസ മേത്ത എന്ന ലേഡിയാണ്. അടുത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ് INAയുടെ വനിതാ റെജിമെന്റായ ഝാൻസി റാണി റെജിമെന്റിനെ നയിച്ചത് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാൾ. ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാൾ ആണ്. ഇവരെയൊക്കെ കുറിച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് നിങ്ങൾക്ക് എപ്പോഴും അറിയണതാണ്, എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക, അവരുടെ പേര് അരുണ അസഫ് അലി. അല്ലെ? ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ അസഫ് അലി ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നമ്മൾ പഠിക്കുമ്പോ അതിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത എന്താ പറയുന്നത് ആ ലേഡി ആരാണ്? കിഴക്കൻ പ്രവിശ്യകളിൽ നേതൃത്വം നൽകിയത് ആരാണ്? അവരുടെ പേര് റാണി ഗെയ്ഡിൻല്യൂ എന്നാണ്. റാണി ഗെയ്ഡിൻല്യൂ എന്നാണ്. റാണി ഗെയ്ഡിൻല്യൂ എന്നാണ്. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യയെ കുറിച്ച് പറയണേ. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി പറഞ്ഞു. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഒരു താംലൂക്ക് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക്, പോലീസ് സ്റ്റേഷന്റെ പേര് എഴുതാം ടീച്ചർ, താംലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിനിടയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വനിതയുടെ പേരാണ് മാതങ്കിനി ഹസ്ര. എന്താ അവരുടെ പേര്? മാതങ്കിനി ഹസ്ര. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് താംലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രകടനം നടത്തി. അവിടെ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതാണ് മാതങ്കിനി ഹസ്ര എന്ന് പറയുന്ന ലേഡി. ഇനി നമ്മള് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ച് നേരത്തെ പഠിച്ചു. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ പങ്കെടുത്ത് അറസ്റ്റിലാവുകയും ചെയ്ത ആദ്യ വനിതയാണ് രുക്മിണി ലക്ഷ്മിപതി. ആരാണ്? രുക്മിണി ലക്ഷ്മിപതി. ഇതൊക്കെ
ഒക്കെ തന്നെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. രുക്മിണി ലക്ഷ്മിപതി. ആരാണ്? രുക്മിണി ലക്ഷ്മിപതി. ഇനി അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ ആദ്യം ഗാന്ധിജി എന്ത് ചെയ്തിരുന്നില്ല? ലേഡികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പൊ സിവിലിനെ കുറിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് ഗാന്ധിജിയെ ഫോഴ്സ് ചെയ്തത് ആരാണ്? കമലാദേവി. കമലാദേവി ചതോപാധ്യായ. കമലാദേവി ചതോപാധ്യായ എന്ന് പറയുന്ന ലേഡിയാണ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്ത ചോദ്യം എന്താണ്? വിധവകൾക്കായി ശാരദാ സദൻ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല അല്ലെ? ശാരദാ സദൻ ആരംഭിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി. ഇവര് MG റാനഡയുടെ ഭാര്യയാണ്. ഇവര് തന്നെയാണ് ആര്യ മഹിളാ സമാജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന. ആര്യ മഹിളാ സമാജ് ഇത് ആരംഭിച്ചതും പണ്ഡിത രമാബായി ആണ് കേട്ടോ. ഇനി അടുത്തത് സ്ത്രീകൾക്കായിട്ട് കെയർ ഹോം സ്ഥാപിച്ച ആളെയാ പറയണേ. കെയർ ഹോം, ആ പേര് ഒന്ന് നമ്മൾ പഠിക്കണം. ബാൽ ഹത്യ. കെയർ ഹോമിന്റെ പേര് ബാൽ ഹത്യ പ്രതിബന്ധക്. ബാൽ ഹത്യ പ്രതിബന്ധക് ഗൃഹ, അതായത് വീട് അല്ലെ. ഗൃഹ എന്ന പേരില് എന്ത് ചെയ്യാണ്? ഒരു കെയർ ഹോം ആരംഭിക്കുകയാണ്. നമ്മുടെ ജ്യോതിറാവു ഭൂലെയുടെ ഭാര്യയാണ് സാവിത്രി ഭൂലെ. ആരാണ്? സാവിത്രി ഭൂലെ എന്നാണ് അവരുടെ പേര്. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനി INCയുടെ പ്രസിഡന്റായ ആദ്യ വനിത, ആദ്യ വിദേശ വനിത ആരാണ്? ആനി ബസന്റ്. ആരാ? ആനി ബസന്റ്. ഇപ്പൊ ക്ലിയർ ആയില്ലേ മക്കളെ? ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് എന്താ പറയാ നമ്മുടെ വനിതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ടീച്ചർ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വനിതകൾ കേട്ടാ. അത്രയും പ്രധാനമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വനിതകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കുക, വിട്ടുകളയരുത്. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശങ്കരാചാര്യര് ഈ ഭാഗം ശരിക്കും നമുക്ക് പഠിക്കാനില്ല, പക്ഷെ പരീക്ഷയ്ക്ക് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ഈ ശങ്കരാചാര്യര് പല സ്ഥലങ്ങളിലും മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മഠങ്ങൾ, ശങ്കരാചാര്യരുടെ മഠങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വടക്ക് സ്ഥാപിച്ച മഠത്തിന്റെ പേര് ബദരീനാഥിലാണ് സ്ഥാപിച്ചത്. ബദരീനാഥിൽ അദ്ദേഹം സ്ഥാപിച്ചത് ജ്യോതിർമഠമാണ്. ജ്യോതിർമഠം ട്ടോ, ജ്യോതിർമഠം. ഇനി അടുത്തത് കിഴക്ക് അദ്ദേഹം സ്ഥാപിച്ചത്, കിഴക്ക് സ്ഥാപിച്ച മഠം പുരിയിലാണ്. അതിന്റെ പേര് ഗോവർദ്ധന മഠം. ഗോവർദ്ധന മഠം ട്ടോ. അടുത്തത് തെക്കാണ്. തെക്ക് കർണാടകത്തിലാണ് അങ്ങനെ ഒരെണ്ണം സ്ഥാപിച്ചത്. കർണാടകയിൽ അദ്ദേഹം സ്ഥാപിച്ച മഠത്തിന്റെ പേര് ശൃംഗേരി. എന്താ മഠത്തിന്റെ പേര്? ശൃംഗേരി. ഇനി അടുത്തത് പടിഞ്ഞാറ് സ്ഥാപിച്ച മഠങ്ങളെ കുറിച്ച് ഓർക്കുക. ദ്വാരകയിലാണ് അത് സ്ഥാപിച്ച ശാരദാ മഠം എന്നാണ് അതിന്റെ പേര്. ഇനി തൃശ്ശൂരിൽ അദ്ദേഹം 4 മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ സ്ഥാപിച്ച മഠം വടക്കേ മഠം, നടുവിലെ മഠം, എടയിലെ മഠം, തെക്കേ മഠം. വടക്കേ മഠം, തെക്കേ മഠം, നടുവിലെ മഠം, ഇടയിലെ മഠം. ഇങ്ങനെയുള്ള ഇതൊക്കെ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ച? ശങ്കരാചാര്യ മഠങ്ങള്, ലേഡീസ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേഡീസ്, ആദ്യത്തെ മന്ത്രിസഭ, അതുപോലെ തന്നെ എന്തു പഠിച്ചു? നമ്മുടെ ഔഷധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യം പഠിച്ചില്ലേ? ഇനി ഒരു ടോപ്പിക്കും കൂടെ പഠിച്ച് നമ്മൾ നിർത്താണ്. അതായത് ചില ചികിത്സാ വിഭാഗങ്ങൾ എപ്പോഴും PSCക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് ചികിത്സാ വിഭാഗങ്ങള്. അപ്പൊ നമുക്ക് പഠിക്കാം. എന്താണ് കാലോളജി? എന്താണ് കാലോളജി? എന്താ കാലോളജി? ആദ്യം തന്നെ സൗന്ദര്യത്തെ കുറിച്ച് പറയാണ് ടീച്ചർ. മനുഷ്യരുടെ സൗന്ദര്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാലോളജി. അപ്പോ സൗന്ദര്യത്തിന്റെ പ്രധാന ലക്ഷണം ത്വക്കാണെന്നാണ് പല ആൾക്കാരൊക്കെ പറയണേ. അപ്പൊ ത്വക്കുകളെ കുറിച്ചിട്ടുള്ള പഠനം നിങ്ങൾക്കറിയാം. ത്വക്കൊന്നല്ല സൗന്ദര്യത്തിന്റെ ലക്ഷണം അല്ലെ. എന്താണ്? ഡെർമറ്റോളജി എന്നാണ്. എന്താണ്? ഡെർമറ്റോളജി. ഡെർമറ്റോളജി. ഇനി കാൽപാദങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണെങ്കിലോ? കാൽപാദം,
പൊഡിയാട്രി എന്ന് പറയും. കാൽപാദത്തെ കുറിച്ചുള്ള പഠനത്തിനെ പൊഡിയാട്രി എന്നാ പറയാ. എന്താ പറയാ? പൊഡിയാട്രി എന്ന്. എപ്പോഴും PSC ചോദിക്കാറുള്ള ചോദ്യമാണ്, പേശികളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? പേശികളെ കുറിച്ചിട്ടുള്ള പഠനത്തിന് എന്ത് വിളിക്കും? മയോളജി എന്ന് വിളിക്കും. രക്തത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിന് എന്ത് വിളിക്കും? ഹെമറ്റോളജി. എന്താ വിളിക്കുക? ഹെമറ്റോളജി എന്ന് വിളിക്കും ട്ടോ. ഇനി അടുത്തത് കുഞ്ഞു കുട്ടികൾ അല്ലെ, എന്താ അത്? നവജാത ശിശു. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനം നിയോനാറ്റോളജി. 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 ഹോസ്പിറ്റലിലൊക്കെ മുമ്പ് എഴുതി വെച്ച കണക്കാണ് നമുക്ക് അല്ലെ. ഇനി അടുത്തത് അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനത്തെ എൻഡോക്രൈനോളജി എന്ന് വിളിക്കുന്നു. എൻഡോക്രൈനോളജി എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? അന്തസ്രാവി ഗ്രന്ഥി, എൻഡോക്രൈനോളജി. അടുത്തത് കലകളെ കുറിച്ചിട്ടുള്ള പഠനത്തെ ഹിസ്റ്റോളജി. കല എന്താണ്? ഹിസ്റ്റോളജി ആണ്. വാർദ്ധക്യം ചോദിച്ചണ്ട. വാർദ്ധക്യം ഏതാണ്? ജെറന്റോളജി. വാർദ്ധക്യത്തെ കുറിച്ചുള്ള പഠനത്തിനെ ജെറന്റോളജി എന്ന് വിളിക്കുന്നു. ഹൃദയം എപ്പോഴും PSCക്ക് ഇഷ്ടമുള്ളതാണ്. ഹൃദയം. ഹൃദയം എന്താണ്? കാർഡിയോളജി. ഹൃദയം എന്താണ്? കാർഡിയോളജി. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. കരൾ എന്താണ്? ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി. നാഡിയെ കുറിച്ചിട്ടുള്ള പഠനം ന്യൂറോളജി. നാഡിയെ കുറിച്ചിട്ടുള്ള പഠനത്തെ വിളിക്കുന്നു ന്യൂറോളജി. എന്താണ്? ന്യൂറോളജി. ഇനി പല്ലിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ വിളിക്കുന്നു ഡെന്റോളജി. പല്ലിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു? ഡെന്റോളജി എന്നറിയപ്പെടുന്നു ട്ടോ. ഇനി അടുത്തത് പല്ല് കഴിഞ്ഞാൽ ചെവിയെ കുറിച്ചിട്ടുള്ള പഠനത്താണെങ്കിൽ ചെവിയെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ ഓട്ടോളജി എന്നാ വിളിക്കുക. ചെവിയെ കുറിച്ചിട്ടുള്ള പഠനം ഓട്ടോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം തലച്ചോറ് ഫ്രിനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനത്തെ ഫ്രിനോളജി എന്ന് വിളിക്കുന്നു ഇല്ലേ. ഇനി കണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനം കണ്ണ് അറിയാലോ. കണ്ണ് ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി എന്താണ്? കണ്ണ് അല്ലേ. അപ്പോ എന്താ പറയുന്നത്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് സയൻസിന്റെ ഭാഗത്തു നിന്നുള്ള പഠനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് 5 ടോപ്പിക്ക് പഠിച്ചു. ടീച്ചർ വീണ്ടും പറയാണ്, അപ്പൊ ഇന്ന് 60 ഡേയ്സിന്റെ നമ്മൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും ടോപ്പിക്സുകൾ വേണം, അത് അറിയണമെന്ന് താല്പര്യമുണ്ട്, ഇത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ വിട്ടുപോയതാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ടീച്ചർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ടീച്ചർ ആ ചോദ്യങ്ങൾക്കൊക്കെ അതിനൊക്കെ ടീച്ചർ ക്ലാസ് തരുന്നതായിരിക്കും. സംശയിക്കേണ്ട. പക്ഷെ കുറച്ച് SCRT ഭാഗങ്ങൾ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ സയൻസിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് എന്താ പറയാ സിലബസ് വൈസ് ക്ലാസ്സും ടോപ്പിക്സും ഒക്കെ എടുത്തിട്ടില്ലെങ്കിലും SCRT പാഠഭാഗങ്ങൾ ആ പുസ്തക രൂപത്തിൽ നിങ്ങളെ ഒന്ന് കാണിച്ച് എനിക്ക് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരണമെന്നുണ്ട്. എന്താ വെച്ചാൽ അതും കൂടി ഇനിയിപ്പോ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞത് ഇന്നൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവാൻ. അപ്പൊ അതും കൂടി മക്കളെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഭാഗമായിട്ട് വീണ്ടും കാണാം. റിവിഷൻ ക്ലാസ് അതുപോലെ തന്നെ നടക്കും. റിവിഷൻ അത്ര അധികം ദിവസമായിട്ടില്ല, 10-14 ദിവസമായിട്ടുള്ളൂ. അപ്പൊ റിവിഷൻ ക്ലാസ് 30 ദിവസം ഉണ്ട്. പരീക്ഷയുടെ ഏകദേശം അടുത്ത് വരണ വരെ നമ്മുടെ റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.